talk about the night we met. Can't remember what I said, but I bet it wasn't cool. I was close to death with you in that perfect dress, knowing that it's hard or head and breaking all the rules. Just like don't fall in love before I know your name, holding out hoping that you feel the same. No, I've never been one for sounding cliche, but it's true. All I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. You're a picture, and every piece seems to fall into place. You are the moment when I know that I will never be the same. And every word that I could find in the corners of my mind will never be enough to let you know. This love is the best thing I have found. Like a garden bursting through the ground. Every hope brought to life. Every day I realize. നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ കരുണ്യവാനും കൃപ നിറഞ്ഞനുമായ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ദിവസത്തിന് നിനക്ക് സ്തോത്രം ചെയ്യും. ഈ ജോസ്റ്റാനായി കുടുംബത്തിനായി സ്തോത്രം എന്ന മക്കളെ ഒന്നിച്ച് വാർദ്ധിച്ച് വിശുദ്ധ ഉദാശീലത്തിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചതാണുണ്ട്. അവിടുത്തെ കൃപ കൂടി ഇരുന്ന കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ദൈവമായ കർത്താവെ, ദൈവമായ ദിശയ്ക്കായി സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഒരുവായ സമയം മുതൽ നീ അവിടുന്ന് പരിപാലിച്ചു. കുഞ്ഞിൻ്റെ ബാല്യകാല കൗമാരം, പഠനം, വളർച്ച, ദൈവമേ ജോലി, എല്ലാ ക്രമീകരണങ്ങളും അവിടുത്തെ കൃപ കൂടിയിരുന്നു. ആഗ്രഹിച്ചതിലും നിശ്ചയിതീതമായി നീ അവിടുന്ന് വഴി നടത്തി. നിന്നോട് അപേക്ഷ കഴിച്ച സമയങ്ങളിലൊക്കെയും അവിടുത്തെ കൃപ കൂടിയിരുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, മതമാസത്തിൽ കൂടി തിരുവചനവും പഠനവും ജ്ഞാനവും അവിടത്തെക്കുറിച്ച് അറിയുവാനും പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളുടെ സൃഷ്ടിതാവ് അവിടുന്ന് ആകുന്നു എന്ന് മനസ്സിലാക്കുവാനും ദൈവമായ കർത്താവെ അവിടുത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ദൈവമേ, അവിടുത്തെ ശുശ്രൂഷയുടെ ഭാവാക്കാകുവാനും പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഒട്ടിയാണ്. പ്രിയ പൈതൽ ഞങ്ങൾ ഒരുക്കി. സൺഡേ സ്കൂൾ അധ്യാപകർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഒക്കെ ഒരുക്കി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നല്ല ഗുരുക്കന്മാരെ ലഭ്യമായി തീർന്നു, കൂട്ടുകാരെ ലഭിച്ചു. ദൈവമേ, വളർച്ചയിൽ നിന്റെ കൃപ കൂടിയെന്ന് വിവാഹം കഴിക്കണം എന്ന് ചിന്തിച്ച സമയം മാതാപിതാക്കളുടെ ആഗ്രഹം, കുഞ്ഞിൻ്റെ ആഗ്രഹമൊക്കെ മനസ്സിലാക്കി തക്കതായ ഒരു തുണയെ അവിടുന്ന് ലഭ്യമായി തീർന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. ദൈവമേ, ജയിക്കിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ആ കുടുംബാംഗങ്ങളെ ഓർത്താറുണ്ട്. ദൈവമായ കർത്താവെ, ഇന്ന് വിവാഹ കുദാശയിലൂടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ സാന്നിധ്യം അവിടുന്ന് കൂടിയിരിക്കണം. കുദാശയിൽ കൂടി കുടുംബത്തിലേക്ക് പ്രവേശിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നയിപ്പാനും തലമുറയെ നൽകി അനുഗ്രഹിപ്പാനും അവിടത്തോട് ഞാൻ വിചാരിക്കുന്നു. ദൈവമായ കർത്താവെ, അദൃശ്യമാകുന്ന അവിടുത്തെ സാന്നിധ്യം ദൃശ്യമാകുന്ന ശരീരങ്ങളിന്മേലും അദൃശ്യമാകുന്ന മനസ്സിന്മേലും കൂടിയിരുന്ന അനുഗ്രഹമായ ജീവിതത്തിന്റെ അംശങ്ങളാക്കി തീർക്കണം. ജ്ഞാനവും വിവേകവും അറിവും പക്വതയും അത്യാത്മീയ ചൈതന്യവും ഭൗതികമായ നന്മകളെ കൊണ്ട് നിറച്ച് മുമ്പോട്ട് വഴി നിർത്തണം. കൊല്ലുന്നതായ മനുഷ്യരുടെ അസൂയയിൽ നിന്ന്, സ്ഥലദോഷത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും അവിടുന്ന് സംരക്ഷിച്ച് അവിടുന്ന് നിലനിർത്തണം. പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും കർത്താവെ, നിന്റെ തിരുവചനത്തിൽ തണുപ്പാൽ അവിടുന്ന് വിടുവിച്ച് വഴി നടത്തും. തലവണക്കിരിക്കുന്ന എല്ലാവരും ഇന്ന് വന്നുകൂടുന്നവർ, ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരെയും ദിവസത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ സാന്നിധ്യം പ്രാർത്ഥന പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും മുഖാന്തരമായി ഇന്നത്തെ വിവാഹ ശുശ്രൂഷ നേർന്നത് എല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു. യാത്രകളിൽ നിന്ന് കൃപ കൂടിയിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറയെക്കുറിച്ച് ഓർത്ത് അവരെ പ്രാർത്ഥിച്ചു. ദൈവമേ, ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെല്ലാം നിന്റെ കൃപ കൂടിയിരുന്ന വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, സകല നന്മകൾക്കുമായി നന്ദി അറിയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടൊന്ന് കേൾക്കണമേ കർത്താവെ, സർവേശ്വരന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവേദമായ സഹവാസവും പ്രിയ ഭാവത്തോടെ എല്ലാവിധമുള്ള ആവശ്യങ്ങളോടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാണ് അവളോടുകൂടി ഇന്നത്തെ വിവാഹത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളോടെ യാത്രയോടുകൂടി അതുപോലെ തന്നെ എല്ലാവിധമുള്ള ആവശ്യങ്ങളോടുകൂടി പ്രിയ മക്കളുടെ ക്രിസ്തു ചെയ്യാതിരുന്നതോടുകൂടി അനേകം ഉണ്ടായിരിക്കുമാറാകട്ടെ. ശരിക്കും മാട്രിമോണിയിലാണ് കണ്ടത്. എന്നിട്ട് കോണ്ടാക്ട് നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു, ഫാമിലി അങ്ങനെ സംസാരിച്ച് പിന്നെ പ്ലാൻ ചെയ്ത് കണ്ടുമുട്ടിയ ഒരു പാർക്കിൽ. ഹി വാസ് ഷ്യൂർ അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഇറ്റ് സെൽഫ്, ലൈക്ക് അവൻ അപ്പുറം തന്നെ യെസ് പറഞ്ഞു, ബട്ട് ഐ വാസ് നോട്ട് ഷ്യൂർ. എനിവേസ്
his consistent efforts made it, yes, it's gonna be possible now. ജേക്കിൻ്റെ ഫാമിലിയിൽ ഉണ്ട് അപ്പ അമ്മ ഒരു അനിയത്തി ജെനി ഉണ്ട്. ദേ ആർ വെരി ജോളി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ ആൻഡ് അവർ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നല്ല റെസ്പെക്ട്ഫുൾ ആണ്. ദേ ഗേവ് മീ ദ ഫാമിലി ഫീലിംഗ്. ഒരു ഇൻലോസ് പോലെ ഒരു ഫീലിംഗ് എന്തായാലും ഇല്ല എനിക്ക് അവരോട്. ഐ എം വെരി മച്ച് ഫ്രണ്ട്ലി വിത്ത് ദം. ഐ ലവ് ദം ഓൾ. Too many nights chasing the shadow of your silhouette, moving just to survive. All that I wanted was to start again, stumbling through the crowd, feet lifting off the ground, looking for you, washing my fear away, standing you face to face, nothing to lose. I won't look back now. It's not over tonight. Stay in this moment, we can hide away, 'cause they're gonna turn on the lights. We're burning bright, no one never fade. Stumbling through the crowd, feet lifting off the ground, looking for you. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോട് കൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിച്ച സകല പരിശുദ്ധരോടുകൂടിയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്റെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങൾ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. ഓ ശോഭ സമാധാനപ്പെടുത്തിയ നിന്റെ സമാധാനം ഇപ്പോൾ അന്യന് ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ദൈവമേ, ഇവർ തങ്ങളായുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ഓ ശുഭകുല സഭാൽമിൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും രജസ്സും പുകഴ്ചയും മഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. വ്യാധികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താൽ സ്വല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും എന്നെ വെടിപ്പാക്കുകയും ഭൗമസഭയിൽ വിവാഹം നിശ്ചയിക്കുകയും താനതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും ബ്ലേശപിശാചുക്കളുടെ അടിമയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനാകുന്ന മെസ്സിയാ തമ്പുരാന് തന്റെ അരിയാരുടെ മോതിരം വാട്ടി ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു.
സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മനത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീ ആകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. തൊഴിമക്കാരിക്കും മണവാളനും മണവാട്ടിക്കും ഒഴികെ ജനങ്ങൾക്ക് പ്രാർത്ഥനാപൂർവം. ശരീരത്തിനും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ കരയേറ്റുമാറാകണമേ. ഹോശോ തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോദനങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോദനങ്ങൾ വാഴ്ത്തപ്പെടുന്നു. യേശുമശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും നിന്റെ കരുണയുടെ വാഴ്വും നിന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ത്രീഹന്മാരുടെ കൈകളിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹം നിശ്ചിത ലക്ഷ്യമായി ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്ക് തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തന്റെ മസിഹാമൂലം വിശുദ്ധാസ്മയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം നമ്മുടെ മക്കളെ സത്യങ്ങളിലും നീതികളിലും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താരങ്ങൾക്ക് നൽകട്ടെ. അടക്കമുതക്കം ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിനെയും റബേക്കയുടെയും വാദിച്ച് പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോദനങ്ങളാൽ താരിവരെ പൂർണ്ണരാക്കട്ടെ. തൻ്റെ രക്ഷകൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ.
പഴക്കവും നാശവും ഉരാത്തെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശശാല പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യർ ദൈവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നിർമ്മാണാവസ്ഥയെ ഭ്രഷ്ടാക്കുന്ന ദുഷ്ടാത്മാക്കൾ എന്നിവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിങ്ങളുടെ സത്യവിശ്വാസത്തിനെ സ്ഥിരപ്പെടുത്തുകയാണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. നിന്റെ സ്നേഹിയാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും സുഖായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഇതിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30,000, 1 60,000, 1 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീബ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരുടെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തോളുകയും ചെയ്യുമാറാകട്ടെ. ഗായക സംഘം രണ്ടാമത്തെ Yesu,
മലങ്കര മാർത്തോമാ സുറിയാനി സഭ അടക്കമുള്ള പൗരസ്ത്യ സഭകളെല്ലാം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് വിശുദ്ധ വിവാഹ ശുശ്രൂഷ ക്രമീകരിക്കപ്പെടുന്നത്. ഒന്നാം ഭാഗം വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയാണ്, മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷയാണ് ഇവിടെ ഇപ്പോൾ പൂർണ്ണമാക്കപ്പെട്ടത്. ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവർ ചേർന്നെടുക്കുന്ന വിവാഹ നിശ്ചയത്തിൻ്റെ ഉടമ്പടി ദൈവിക മന്ദിരമാകുന്ന ഭവനത്തിൽ വെച്ച് പൂർത്തീകരിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ. ഇവിടെ നമ്മിലൂടെ ആരംഭിച്ച് നമ്മിലൂടെ അവസാനിപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയല്ല. നമ്മുടെ പൂർവ്വമാതാപിതാക്കളിലൂടെ ആരംഭിച്ച് നമ്മിലൂടെ തുടർന്ന് നമ്മുടെ തലമുറകളിലൂടെ നിർവഹിക്കപ്പെടേണ്ട ധന്യമായ അനുഭവമാണ് വിവാഹം. ക്രൂശ് കേന്ദ്രീകൃതമായ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്ത മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച നമ്മുടെ പൂർവ്വസൂനികളായ മാതാപിതാക്കളെ ഓർക്കുവാനും അപ്രകാരം അനുഗ്രഹീതവും ധന്യവുമായ കുടുംബജീവൻ നയിപ്പാൻ ഈ പ്രിയ മക്കളെ ദൈവം തമ്പുരാൻ സഹായിക്കണമേ എന്ന് ഇടവകയുടെ പേരിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിങ്ങളെ ആശംസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നിമിഷം ഈ പ്രിയ മക്കളെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവരയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോട്ടക്കാരോടുകൂടി നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. ഞങ്ങളവരോടുകൂടി അവരുടെ ഇടയിൽ നിനക്ക് നിന്റെ പിതാവും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പൂർവികരായ നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചതായുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ദമ്പതികളുടെ മേലും വന്ന് ആവശ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഗാനം ആലപിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന അടയാളമായിട്ട് പട്ടക്കാരൻ കുരിശ വരയ്ക്കുന്ന സമയത്ത് മണവാട്ടിയും വണങ്ങി കുരിശ വരയ്ക്കണം. ജനങ്ങൾക്ക് ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി പാടാവുന്നതാണ്. ദേവ കൃപ ചെയ്യണമേ നീ.
അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീയ കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാന്യഭോഗത്ത് നല്ല മഹിമയും ഇപ്പോഴും കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിനേറ്റും നിന്ന് എനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തമില്ലാത്ത വചനവും ധാരാളമായ നിന്റെ കരുണത്തിൽ നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ ധരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ നിന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ ഇടയാളുടെ കിരീടം വാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനം വന്ദനം തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നീളിൻ കീഴിലും നിന്റെ ദയയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. വെള്ളത്തെ നല്ല വീഞ്ഞായി മാറ്റുകയും ചെയ്ത സത്യത്തിൻ്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്ന നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലങ്കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീക മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കല്യാണ വിരുന്നിന് ഞങ്ങളെയും ഇവരെയും നീ യോഗ്യതരാക്കണമെന്ന്
ഞങ്ങൾ ഇവരും നിന്റെ വലതു ഭാഗത്തു നിന്നും നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹാശോ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ നാമത്തിൽ മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുകയും. എന്തുകൊണ്ടെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. മശിഹായി തൻ്റെ സഭയെ സ്നേഹിക്കും. ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് പഠിപ്പാക്കുവാനും മഹത്തോളതും മാലിന്യവും കറവി ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധവും നിഷ്കളവുമായ തനിക്ക് തന്നെ സഭയായി നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ നിന്റെ ആത്മാവോട് ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹായ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടി കാലത്ത് അവൻ ഇപ്രകാരം കുടുംബജീവിതത്തെ കുറിച്ച് ഉപദേശിച്ചു. യേശു വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദ്യയുടെ ദൂരത്തിലേക്ക് എഴുന്നള്ളി. അവിടെ വളരെ പുരുഷാരം തന്റെ പിന്നാലെ നിന്ന് അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്നും അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥനാപൂർവ്വം ശാന്തമായി കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മണ്ണിൽ നിന്നൊരു മകുട് കർത്തനിൽ നിന്ന് ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചുറ്റിടുന്നു. സന്തോഷം
നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന കലങ്കാലങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിനും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മസിയാസത്തിന്റെ മണവാൺപോട്ട് നിങ്ങളുടെ മണവാൺമേ മുതിരട്ടെ. മസിയാസിന്റെ സഭയെ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടി ഇരുന്നാകൽ കൃതാരും അഞ്ജലിയിലും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ സ്വയം ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ചതുപോലെ നിങ്ങൾ അവർ സന്തോഷിപ്പാനായി കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞ് ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യൗസേപ്പിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. മിസ്രൈമിൽ പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിറങ്ങി അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെ വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന്റെ നാമം സ്തുതികരേറ്റുകയും ചെയ്യണം. എന്നെ വേണിക്കായി
ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുൻപാകെയും യോഗത്തിന്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയല്ല അറിയുന്നവന്റെ മുൻപാകെയും എത്ര നിൽക്കുന്നു എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്ന് മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിന് അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും സിംഹാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവശ്യിച്ച് വ്യാപിക്കുമാറാകട്ടെ. ഇന്ന് മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും പദവിയും ആകുന്നു. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായ പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേണം. നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങുന്നത് സംബന്ധിച്ചുള്ള നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കേൾക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ശാന്തമായിരിക്കാം. അനുഗ്രഹീതമായ വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് പ്രത്യേക സന്തോഷവും നന്ദിയും ഇടവകയുടെ നാമത്തിൽ കുടുംബത്തിന്റെ നാമത്തിൽ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. I found a love for me. Darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, we're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman strong
than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Oh, darling, just hold my hand. മനോഹരമായ മകളിൽ ഈ പ്രിയ മകനെ മകളെ അഞ്ചേരി ക്രിസ്തുമാരുടെ ജീവിതാവസാനം പുതിയ നല്ല സഹോദരങ്ങളെ ഒരായിരം സാഹചര്യങ്ങളിൽ പക്ഷെ സഹായിക്കും യേശു ശ്രീരാമൻ
അനുഗ്രഹിക്കുമാറാകണമേ. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വാക്കുകൾക്ക് നന്ദി. Many of you might know about the bride, groom and their family. നിങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാവരും ഇവരുടെ ഡിയർ ആൻഡ് ഡിയർ വൺസ് ആണ്. എങ്കിലും ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഗ്രൂം മിസ്റ്റർ ജി സുനിൽ കുര്യൻ. He did his masters in marketing from Dublin Business School. Now he is working employed in healthcare at Navy Mount, Dublin. Yes. ഇന്നത്തെ കാലമാണ് ഇവര്. നിങ്ങൾക്ക് വേണ്ടി എത്ര സമയമാണ് ഇവർ വെയിറ്റ് ചെയ്തത് അറിയാമോ? നിങ്ങളെ കാണാനായി നിങ്ങളുടെ വിഷ് ചെയ്യാനായി വന്നിരിക്കുന്ന ആളുകൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. Mrs. Jisha Mary John. She did BSc Nursing from Sri Veeramani College, Nursing, Srikasa. Right? Now he is working as a registered nurse in Dublin. And the achievement, credibility parents അടുത്ത ബാങ്കിലുണ്ട്. ജയിക്കിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം. ജയിക്കിന്റെ ഫാദർ മിസ്റ്റർ സുനിൽ കുര്യൻ, mother Mrs. Annie Susan. Jake has only one sibling, a lovely sister. Happy or not? Yes. Sister Jamie Mary Smith ആണ്. അങ്ങനെ നമ്മൾ ആ ഫാമിലിയെ പരിചയപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് ഒട്ടും മാറ്റിയെടുക്കാൻ പറ്റാത്ത അടുത്ത കുടുംബമാണ്. ഇവർ രണ്ടുപേരും ഒന്നായി ചേർന്നത് പോലെ രണ്ട് കുടുംബങ്ങളെ ബൈബിൾ എങ്ങനെയും ആക്കിയില്ലേ? ദൈവം യോജിച്ചതിനെ മനുഷ്യർ പിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ദൈവം യോജിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തുന്നു. In the book of Mark 10:9 ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തുന്നു. പള്ളിയിൽ ചടങ്ങുകൾക്കിടയിൽ നിങ്ങൾ കേട്ടിരുന്നോ? ഈ ടൈം മുതലേ എല്ലാം ഏറ്റിരുന്നു അല്ലേ? പിന്നെ മറന്നു. Of course, നമ്മുടെ ജിഷയുടെ ഫാമിലിയെ പരിചയപ്പെടുത്തുവാണ്. ജിഷയുടെ ഫാദർ മിസ്റ്റർ ജോൺ തോമസ്, മദർ മിസ്സസ് ഗ്രേസി ജോൺ. രണ്ടുപേരും ഒരുപാട് നാളത്തെ അവരുടെ സ്വപ്നമാണ്, ഈ കുടുംബങ്ങളുടെ വളരെ സ്വപ്നമാണ് ഇന്ന് നിറവേറ്റിയിരിക്കുന്നത്. കാരണം അവർ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ജോലിക്കായി ദൈവം തക്ക സമയം കൊടുത്ത് അവരെ യോജിപ്പിച്ചിരിക്കുകയാണ്. Jisha has one sister. Yes, sister Asha and Vinesh. They are blessed with a baby boy. Wait. Hi, Epi. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണോ? Say hi to everyone. Yes, ഇതാണ് ഈ ഒരു കുടുംബം. അങ്ങനെ ദൈവദാനമായി ഇവർക്ക് കൊടുത്ത ആദ്യത്തെ ആൺമകനാണ് വിനീഷ് വർഗീസ്. ഞങ്ങൾ ഒട്ടും വൈകിക്കുന്നില്ല. ഞങ്ങളുടെ ഒഫീഷ്യൽ സെറിമണീസിലോട്ട് ഞങ്ങൾ കടക്കുകയാണ്. നിങ്ങൾക്കായി ഇവിടെ 3 തിരികൾ ഉണ്ട്. സെൻട്രൽ ക്യാൻറ്റീൻ, മിഡിൽ ക്യാൻറ്റീൻ, അത് നിങ്ങൾ 2 പേരും ചേർത്ത് കത്തിക്കണം. ഈ 2 തിരികളും 2 ഫാമിലീസ് പേരൻസ് ചേർത്ത് കത്തിക്കണം. Please step forward to light up the candle. We are entering into the candle light ceremony. നിങ്ങളുടെ ജീവിതം ഇതുപോലെ പ്രകാശപൂർണ്ണമാകട്ടെ കേട്ടോ. നിങ്ങൾക്ക് മുന്നിൽ മിസ്സിന്റെ 2 പേര് മുന്നോട്ട് കടന്നു വരും. And the whole family members, please come forward. മനോഹരമായ കേക്ക് 2 പേരും ചേർന്ന്. At the same time, the parents, Jake, can you please share the cake with Jisha's parents?
സ്വീകരിച്ചു. ഇനി ഒരു ചടങ്ങ് കൂടിയുണ്ട്. Moving on to the wine toast. Wine toast. വളരെ ഹാപ്പി. എന്താണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജയിക്കിന്റെ കാര്യം പറയണ്ട കേട്ടോ. ജയിക്ക് വന്നപ്പോൾ തൊട്ട് ചേച്ചിയോട് മാത്രം ജിഷയ്ക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് അല്ലേ? ജിഷയുടെ കാര്യമൊക്കെ ചോദിച്ചു. ജിഷ എങ്ങനെയുണ്ട് വീട്ടില്? നോട്ട് ചെയ്യുന്ന മുഖത്ത് തന്നെയുണ്ട് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയായിരുന്നു? നേരത്തെ അടിയായിരുന്നു, ഇപ്പൊ സ്നേഹം. അതെന്താണ്? എന്തെങ്കിലും ഉപദേശം കൊടുത്തോ കല്യാണത്തിന് അനുബന്ധിച്ച്? നിങ്ങൾ പരസ്പരം കാണാനൊക്കെ ഉണ്ട്? ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താണോ? ഞങ്ങൾ ആക്ച്വലി 2 years കഴിഞ്ഞാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ സൗദിയിലോട്ട് പോയപ്പോൾ ആണ് അവിടെ കണ്ടത്. ഇപ്പോൾ കാണുമ്പോൾ എപ്പോൾ കാണുന്നത് അറിയത്തില്ല. എല്ലാവരും മിസ്സാണ്. Thank you. Thank you for the love words. അങ്ങനെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഈ മിഴികളിൻ മനം ചേർന്നു ഈ മായതൻ പേരോ പ്രണയം. ഇന്നീ പകലിനെന്തു കാന്തി, ഇന്നീ നഗരമെന്തു ഭംഗി, ഇന്നീ കാറ്റിനെന്തു വേഗം കൺമണി. ഓരോ മാത്രയും ഓർമ്മ താളിൽ സ്വർണവർണ്ണമെന്നു ഇന്നെൻ മനം വാചാലം കൺമണി. ഈ മിഴികളിൻ മനം ചേർന്നു ഈ മായതൻ പേരോ പ്രണയം.
പകരുകയായി നീ. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി. മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ. ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരയായി. ജന്മവീണയിലെ കമാം സ്വരമന്ത്രണം നീയേ. അരികിലണയുകയായി നീ. പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി. മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ. ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരയായി. ജന്മവീണയിലെ കമാം സ്വരമന്ത്രണം നീയേ. मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई. रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां. काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां. केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं. दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं. पतझड़ के मौसम में भी रंगी